ഹലോ ചങ്ങകളെ, ആർക്കെ ഏഞ്ചൽസിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ ഞാൻ പള്ളിയിലത്തെ അമ്പിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്ത് കലാസമിതിയടി? നാഗാർജുന കലാസമിതി പട്ടാമ്പി. അതായിരുന്നു ഞങ്ങളുടെ യൂണിറ്റിന്റെ അമ്പ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ പള്ളി പോയതിന്റെ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കുഴൂര് അമ്പ് ഗ്രാമം കാണാൻ പോവേണ്ട ചങ്കളെ. അപ്പൊ ഞാൻ നിങ്ങളോട് 2 ദിവസം മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുഴൂര് അമ്പ് ഗ്രാമം കാണാനായിട്ട് എല്ലാവരും വരുന്നെന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കുഴൂര് സ്കൂളിന്റെ മൈതാനത്തിൽ അമ്പ് ഗ്രാമമുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ അമ്പിനോടനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ എല്ലാവരും വന്ന് കാണണം, ആരും മിസ് ചെയ്യരുത്. കാരണം മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര മിസ്സിങ് തന്നെ ആയിരിക്കും. അപ്പൊ എല്ലാവരും അമ്പ് ഗ്രാമം കാണാൻ വരണം. അപ്പൊ ഞാൻ ഇന്നത്തെ കൊണ്ടുപോകുന്ന വിശേഷം എന്ന് പറഞ്ഞാല് അമ്പ് ഗ്രാമത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ കുഴൂർ സ്കൂളിന്റെ മൈതാനിലുള്ള അമ്പ് ഗ്രാമത്തിലേക്ക്, അതായത് തെക്കൻ താണിശ്ശേരിയുടെ അമ്പ് തിരുനാളോടനുബന്ധിച്ചുള്ള അമ്പ് ഗ്രാമത്തിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. കമോൺ, കാണാം കാഴ്ചകളേക്ക്. ഓക്കെ, വാ. അപ്പൊ ചങ്കളെ, നമ്മ കുഴൂർ സ്കൂളിന്റെ പടിക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മ അമ്പ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എന്റെ ഏഞ്ചൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഒരാളിവിടെ, ബാക്കി 2 പേരവിടെ സ്കൂളിലുണ്ട്. അപ്പൊ നമുക്ക് ഈ അമ്പ് ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവരും വായോ. ഓക്കെ, നീ എപ്പോ അവളെന്ത് ചീപ്പിന്റെ ഓക്കെ ഓക്കെ പൊന്നും അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ചങ്കളെ കയറി വന്നോടത്ത് തന്നെ നമ്മുടെ കൂപ്പണുമായിട്ട് നമ്മുടെ ബ്രദേഴ്സ് നിൽക്കുന്നുണ്ട്. അപ്പൊ കൂപ്പൺ എടുക്കാണ്ട് എന്തായാലും കയറാൻ പറ്റില്ലെന്ന് ഉറപ്പായി. അപ്പൊ നമുക്ക് എന്തായാലും കൂപ്പൺ എടുക്കാം. അങ്ങനെ കൂപ്പണൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തിനെ കണ്ട്, കൂട്ടുകാരത്തിനെ പറഞ്ഞാൽ പോരാ, എൻ്റെ അനിയത്തി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആ മക്കൾ എൻ്റെ വീഡിയോസൊക്കെ അവർ അമ്മയുടെ ഫോണിൽ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മക്കളുടെ പേരൊക്കെ ചോദിച്ച് എന്നെപ്പറ്റി അവർക്ക് ചാനലിൽ എന്താണെന്ന് വീഡിയോസൊക്കെ എപ്പോൾ ഇടാൻ ആൻറ്റി, ഈ വീഡിയോ എപ്പോഴും ഇടാന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു അവർക്ക്. അപ്പോൾ മക്കളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പേര് പറഞ്ഞായിരുന്നു ചങ്കളെ, പക്ഷെ പേര് ഞാൻ മറന്നുപോയിട്ടാ. അപ്പൊ അങ്ങനെ വളരെ നാളത്തെ വീഡിയോയില് എന്റെ മക്കളുണ്ടാവും. ഇവരുടെ പേര് എനിക്കൊന്ന് വാട്സാപ്പിൽ ഞാൻ വോയിസ് ഓവർ എടുക്കാൻ വേണ്ടി ചിലപ്പോ കേൾക്കില്ല. ഒരു തമ്പെടുക്ക് എൻ്റെ പൊന്നോ, അടുത്ത് വന്ന് നിന്ന് കാണണം ചങ്കളെ. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. നമ്മുടെ ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച സംഭവമാണിത്. നമുക്ക് പറയാതെ തന്നെ അറിയാം ഇത് ആരാ നിർമ്മിച്ചെന്നുള്ളത്. നമ്മൾ നേരത്തെ അവതാർ കണ്ടു. ഇതിപ്പോൾ ഇതൊരു വലിയൊരു അടിപൊളി പരിപാടി ചങ്കളെ, സെറ്റ് സംഭവം. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം കാണാം. ഓക്കെ, അപ്പോൾ ചങ്കളെ നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറാം. നല്ല അടിപൊളി കവാടൊക്കെ സെറ്റ് കവാടങ്ങളൊക്കെയാണ് ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ പുണ്യാളുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നല്ലത് വരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്.
ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ അടിപൊളി കാഴ്ചകളാണ്, ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നല്ല ഗാനമേളൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, അടിപൊളി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവന് ഫാമിലിയായിട്ട് കുറേ നാളുകൾക്ക് ശേഷം കണ്ടതാണ്. അവർ നമ്മുടെ നാട്ടുകാരല്ല കേട്ടോ, അവർ ഉത്തർപ്രദേശുകാരാണ്. അപ്പോൾ അവനും ഫാമിലിയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഡ്രസ്സ് വർക്കിൻ്റെ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കാറ്. അപ്പം അങ്ങനെ ആ പയ്യനെ ഫാമിലിയൊക്കെ കണ്ട് നമ്മൾ പരിചയം പുതുക്കി. ഇവിടെ വന്നപ്പോൾ കുറേ പരിചയക്കാരെ കാണാൻ സാധിച്ചു, കുറേ പേരെ. ഒത്തിരി സന്തോഷമായി അവരെ കണ്ടപ്പോൾ. എന്തൊക്കെയോ എന്താ പറഞ്ഞത് എനിക്ക് തന്നെ അറിയില്ല, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മോൾക്ക് ഓർമ്മയുണ്ടായില്ല അവരെ, കാരണം ആ കുഞ്ഞുവാവനെ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കാരണം മൂത്ത കുട്ടിയുള്ളപ്പോഴാണ് നമ്മൾ ഈ ഫാമിലിനെ കണ്ടത്. ഇതിക്ക് മുമ്പ് കുഞ്ഞു കുട്ടിയുള്ളപ്പോൾ ഒന്നും കണ്ടുവരുന്നില്ല. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടപ്പോൾ ഞാൻ ഡാൻസ് കളിക്കാനൊന്ന് ശ്രമിച്ച് നോക്കി. ആൾക്കാരൊക്കെ നോക്കണ്ട് ഈ പെണ്ണുമ്പിള്ളിക്ക് എന്താ പ്രാന്താണെന്ന് വിചാരിച്ചിട്ട്. കുറച്ച് വട്ടാണെന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ ആ കുഞ്ഞിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചത്. ആ കൊച്ച് മേപ്പോട്ട് നോക്കിയാണ്, ഇതെന്നെ താഴെ എപ്പോൾ ഇറക്കാവൂന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കുറേ കാഴ്ചകളുണ്ട്. നമ്മുടെ ക്യാമറാമാൻ അപ്പം അവിടെ തന്നെ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട്. എവിടേക്കാണ് നീങ്ങണ്ടേന്ന് അറിയില്ല. ഞാനാണെങ്കിൽ ടാപ്പ് കിട്ടുമ്പോൾ ഒക്കെ ഡാൻസും കളിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കൊട്ടും മേളവും പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഇങ്ങനെ എന്താ ചുമ്മാ നിൽക്കാൻ പറ്റത്തില്ല, അപ്പം ഡാൻസ് കളിക്കാൻ തോന്നും. സ്റ്റെപ്പൊന്നും അറിയില്ല, വലിയ ഡാൻസുകാരിയൊന്നുമല്ല, എങ്കിൽ കൂടി ഡാൻസ് കളിക്കുന്നുള്ള ചിന്തയാണ്. അപ്പം അങ്ങനെ ഉള്ളിൽ കയറിക്കുമ്പോൾ നമ്മൾ കണ്ടത് 2-3 പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ വേണമല്ലോ. അപ്പോൾ നമ്മുടെ മാള സ്റ്റേഷനിലെ സാറുമാരാണ് ഉണ്ടായത്. പിന്നെ കയറി ചെന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ചങ്കളെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ടേക്ക്, കുറേ കാഴ്ചകൾ കണ്ടുകൊണ്ട്. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ ഒക്കെ ഒരു ഷോപ്പുകളുണ്ട്. ഇതിനുള്ളിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പർച്ചേസ് ചെയ്യാം. നല്ല നല്ല അടിപൊളി ഷോപ്പുകളാണ്, ഫർണിച്ചറിൻ്റെ കടകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഗാനമേള നിങ്ങളുടെ സൈഡിൽ തകർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുത്താമ്പിള്ളിയുടെ കുറേ മെറ്റീരിയൽസ്, തുണികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറൊക്കെ നല്ല ഓഫർ പ്രൈസാണ്, 350 രൂപ. അതൊക്കെ ഞാൻ പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, കാരണം നല്ല ചുരിദാറുകളൊക്കെ ആയിരുന്നു, പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയത് നമ്മുടെ മിഠായികളാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒക്കെ ഒരു പഴയ കാലത്ത് ഉള്ളതേ കുറേ മിഠായികളുടെ പല പല വെറൈറ്റീസ്, അന്നത്തെ എല്ലാ വെറൈറ്റീസും ഇന്നിവിടെ കാണാൻ പറ്റി. എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ചങ്കളെ, പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല. കാരണം വാങ്ങിക്കാൻ പറ്റുന്നൊരു അവസ്ഥ അല്ലായിരുന്നു, കാരണം നല്ല തിക്കും തിരക്കായിരുന്നു. അതാണ് അത് പിടിച്ചുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്, അതാണ് വാങ്ങിച്ചില്ല. പിന്നെ പല പല പേനകൾ, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചങ്കളെ നമ്മുടെ കോഴിക്കോട് ഹൽവയുടെ നല്ല അടിപൊളി കളക്ഷൻസ് കണ്ടു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ചങ്കളെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാന്താരി മുളകിൻ്റെ അലുവയുടെ ഒരു വെറൈറ്റി സംഭവം നമുക്ക് കണ്ട്. ഞാൻ ആദ്യമായിട്ടുണ്ട് കാന്താരി മുളകിൻ്റെ അലുവ കാണണം. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ചേട്ടായി തന്നു എനിക്ക്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നി ചങ്കളെ വാങ്ങിക്കണം എന്ന് തോന്നി. നാളെ പോയിട്ട് എന്തായാലും വാങ്ങിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്നൊന്നും ഞാൻ പർച്ചേസ് ചെയ്തില്ല, പക്ഷെ ഞാനത് ഇന്നൊരു കഷ്ണം തിന്ന് നോക്കി. അപ്പോൾ എല്ലാവരും നിങ്ങളവിടെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് വാങ്ങിച്ചൊന്ന് കഴിച്ചോ, കഴിച്ചു കിട്ടാം. ചെറിയ രീതിയുണ്ട്, അത് തുള്ളി തൊട്ട് തുള്ളി ഞാൻ ചേട്ടൻ പാവം. അപ്പൊ പൊളി ടേസ്റ്റ് ആയിരുന്നു. കണ്ട ഒരു കഷ്ണം കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് എവിടെ നിന്നായിരിക്കില്ലേ. ചെറിയ രീതിയിലുണ്ട്, അടിപൊളി. അപ്പൊ എല്ലാരും വരുമ്പോ ഇവിടുന്ന് വാങ്ങിക്കണ ചങ്കല മറക്കണ്ട കാന്താരി ഹൽവ.
ഇപ്പം ചങ്കളെ നമ്മൾ പതിവ് ഉത്സവപ്പറമ്പുകളിലും അമ്പലപ്പറമ്പുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ പള്ളിപ്പെരുന്നാളുകളിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു മെയിൻ ഐറ്റംസ് ഐസ് ചീസ് ബോൾ. ആ സംഭവം ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുക. അത് നല്ല രസം ഉണ്ടാക്കണം കാണാനായിട്ട്. അവിടെ നല്ല പുകയുണ്ട്. നമ്മൾ ശരിക്കും മൂന്നാറിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ നല്ല അടിപൊളി മഞ്ഞൻ്റെ ചങ്കളെ കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ അത് 2 പറഞ്ഞത് കിട്ടിയിട്ട് കഴിച്ചിട്ട് നമുക്ക് പോകാം. അവിടെ പിള്ളേർ കാത്തിക്കുന്നുണ്ട്. അവരിനോട് വേണമെന്ന് പറഞ്ഞ ചേട്ടനോട് ബംഗാളിയെന്ന് തോന്നണം, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കുറേ പേരോട് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ കോപ്പറാട്ടം കണ്ടിട്ട്. ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ചുമ കുത്തും സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ. അപ്പം എൻ്റെ പൊന്ന് ചങ്കകളെ, നിങ്ങൾ കഴിക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ചൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ അത് ശിർസി കയറി കഴിഞ്ഞാൽ പണി പാളുവേ. എനിക്ക് ചുമ വന്നിട്ടാ. നല്ല ടേസ്റ്റി ആയിരുന്നു. മക്കൾ ഇതവിടെ അറഞ്ചോം പുറിഞ്ചോന്ന് പറഞ്ഞ് കഴിക്കണ്ട്. ഞാൻ വിചാരിച്ചാൽ 30 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന്, പക്ഷെ 80 രൂപയായിരുന്നു ഒരെണ്ണത്തിന്. വലിയ കാര്യത്തിന് 2 പറഞ്ഞത്. അടുത്താൾ മൂക്കിക്കൂടെയൊക്കെയാണ് വിടണം. ഈശ്വരന്മാരേ, ഇതിങ്ങനൊന്നും വല്ലടാ. അടുത്താൾ പിന്നെ അല്ല പൈനാപ്പിളൊക്കെ അരിഞ്ഞ് വെച്ച് തിന്നില്ലേ, ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് തിന്നണേ. പക്ഷെ തിന്നിട്ടും പുക മറച്ച് വയ്ക്കാൻ പറ്റിയില്ല, പുക പുറത്തേക്കൊന്ന്. ആൾ ഭയങ്കര സ്റ്റൈലിഷായിട്ടൊക്കെയാണ് തിന്നാൻ ശ്രമിച്ചത്. പക്ഷെ പുകയെ പിടിച്ച് വെക്കാൻ പറ്റിയില്ല ചങ്കുകളെ, പുക പുറത്തേക്കൊന്ന്. അവൻ ആ പുകയൊക്കെ തീർന്നിട്ട് മിണുങ്ങുള്ളൂ തോന്നണ്. എൻ്റെ കർത്താവേ, എനിക്ക് വയ്യ. എന്തായാലും നല്ല രസമായിരുന്നു ഇത്തവണത്തെ പെരുന്നാൾ. അടിപൊളിയായിട്ട് ആഘോഷിച്ച്. അവരുണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് പിന്നെ 3 വാങ്ങിച്ചല്ലേ, 3 വാങ്ങിച്ച ചങ്കളെ ഞങ്ങൾ. 3 വാങ്ങിച്ച. അടുത്തത് പഞ്ഞിമിഠായിയാണ്. സത്യം പറയില്ല, എനിക്ക് ഈ പഞ്ഞിമിഠായി ഇഷ്ടമല്ല കേട്ടോ. പിന്നെ മോൾക്ക് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രം ഞാൻ വാങ്ങിച്ചു കൊടുത്തിന്. ഇതിന് ഭയങ്കര മധുരമാണ്. ഇത് നമ്മുടെ കയ്യിലേക്ക് എടുക്കുമ്പോഴേക്കും അത് ഇങ്ങനെ മധുരം നമ്മുടെ കൈമൊക്കെ ഒട്ടിപ്പിടിക്കും. പിന്നെ തിന്നുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ സാധാ പഞ്ഞിമിഠായിയുടെ ടേസ്റ്റ് അല്ല ഈ ഒരു പഞ്ഞിമിഠായിക്ക്. പിന്നെ അവർ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചു കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ആ ഒരു പെരുന്നാളുടെ മൂഡ് മൊത്തം കളയും. അങ്ങനത്തെ നല്ല വളരെ വളരെ മനോഹരമായ മക്കളാണ് എൻ്റെ. എന്നാലും ഞാൻ കുറച്ച് തിന്ന് നോക്കിയിട്ടാ. ഇപ്പോൾ സ്റ്റേജിലാണെങ്കിൽ അവിടെ നല്ല അടിപൊളി കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാട്ടാളന്മാർക്കിടയ്ക്ക് എന്തോ പ്രോഗ്രാമാണെന്ന് തോന്നണേ. നല്ല കാട്ടുവാസികളുടെ ഡാൻസൊക്കെയാണ് കണ്ടത്. നല്ല പാട്ടും കൊട്ടും മേളമുണ്ട്. എല്ലാ ദിവസവും പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടെന്നറിയില്ല. എന്തായാലും ഇത് കണ്ടിട്ട് നാളെ വരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളൂ. നാളെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ എല്ലാ ദിവസവും ഉണ്ട് ചങ്കളെ. അപ്പോൾ എല്ലാവരും വരണം. ഇപ്പം ഇന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാം. സ്ഥലം മറക്കണ്ട, കുഴൂര് സ്കൂളിൻ്റെ മൈതാനത്തിലാണ് കേട്ടോ. 50 ഗ്രാമമാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട്. ഗാനമേളൊക്കെ ഗാനമേളയായിരുന്നു. നല്ല അടിപൊളി കാഴ്ചകളാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ഗാർഡനാണ് കണ്ടത്. ഇഷ്ടംമാതിരി ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് ഞങ്ങളെ. നല്ല ബോഗൺവില്ലയുടെ ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസാണ്. വലിയ വിലയൊന്നുമില്ല, അത്ര വലിയ വിലയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഞാനൊന്നും പർച്ചേസ് ചെയ്തില്ല. ഇന്ന് പോയിട്ടാണ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട്. ബോഗൺവില്ല കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ചെടികളൊക്കെ വാങ്ങിക്കുക. നല്ല വില കുറവിന് എല്ലാവരും വന്ന് വാങ്ങിക്കുക. ഞാൻ എല്ലാത്തിനും വിലയൊക്കെ ചോദിച്ച് പോന്ന്. ഒക്കെ ഇതിൻ്റെ വില ചോദിച്ചു. അതിനൊക്കെ 240 രൂപ ഉള്ളൂ കേട്ടോ ബോഗൺവില്ലയ്ക്ക്. ഇപ്പം ഞാൻ ആ ചൂണ്ടിക്കാണിച്ച ബോഗൺവില്ലയ്ക്ക് 240 രൂപ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഒരു ആരാധിക കൊച്ചിനെ കണ്ട് ഞാൻ. നമ്മുടെ പാറപ്പുറത്ത് തന്നെയാണ് വീട്. ആ മോൾ എന്നെ കണ്ടപ്പോഴേക്കും ആൻറ്റി എന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കഴിഞ്ഞ മേലൂർ പള്ളിയിൽ വെച്ചും ഈ കുഞ്ഞിനെ ഞാൻ കണ്ടിരുന്നു. അന്നും ഈ മോൾ എൻ്റെ അടുത്ത് ഓടി വന്നു. ആൻറ്റിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അന്ന് എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു എൻ്റെ മോള്. അപ്പോൾ ഇന്ന് ഞാൻ ആ കുട്ടീനെ ഞാനല്ല കണ്ടത്, അവളാണ് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമായി കണ്ടപ്പോൾ.
പിന്നെ നമ്മുടെ നല്ല കറിയൊക്കെ വെക്കാൻ പറ്റിയ നല്ല മീൻചട്ടികളൊക്കെ ഉണ്ട്. ആവശ്യക്കാർ ഓടി വായോ. അങ്ങനെ ചങ്കളെ നമ്മൾ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ല എല്ലാ കാഴ്ചകളും. അപ്പം അടിപൊളി ഗംഭീര പരിപാടിയാണ്. അപ്പം നമ്മളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ഇന്നലെ മുതലുള്ള ആഘോഷമാണ് ചങ്കളെ. അപ്പം എല്ലാവരും വരണോട്ട. സ്കൂളിൻ്റെ മൈതാനത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ഇതാ എന്തിട്ടാണ് ഈ സാധനത്തിന് പറയണത്, അവതാറ് ചേട്ടൻ ഇരിക്കണുണ്ട്. അയ്യോ പോയി. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പൊടി പൂരമാണ് സംഭവം. അടിപൊളി 50 ഗ്രാമമാണ്. അപ്പം ആരും മിസ് ചെയ്യാണ്ട് വന്നോളൂ കേട്ടോ. അപ്പം ഞങ്ങളിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല രസമായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ ചങ്കളെ. അപ്പോൾ പുറത്ത് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പുറത്ത് മറ്റേ നേന്ത്രൂഞ്ഞാലും മറ്റേ എന്തിട്ടടി അതിനെ പറയാം, എന്തൊക്കെയോ സംഭവങ്ങൾ, കുറേ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട് പുറത്ത് അതിൻ്റെ കുറച്ച് സൈഡിലായിട്ട്. അപ്പോൾ അതൊന്നും ആരും മിസ് ചെയ്യേണ്ട. എല്ലാവരും വരാം, എല്ലാം ആഘോഷിച്ചിട്ട് പോകാം. ഓക്കെ. അപ്പോൾ പുറത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. പുറത്തെ കാഴ്ചകൾ നേന്ത്രൂഞ്ഞാലൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയി പോയി ചങ്കളെ. അത് കാരണം ബാക്കിയുള്ള കാഴ്ചകളൊന്നും പിടിക്കാൻ പറ്റിയില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് കാണാം. ഓക്കെ. അപ്പോൾ RK ഏഞ്ചൽസിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വട്ടം കാണാൻ ചങ്കളെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചങ്കളെ. എല്ലാവരും വരണം, മറക്കരുതേ. അപ്പോൾ ടാറ്റ ബൈ ബൈ ചങ്കളെ. ഓക്കേ.